നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി എന്ന പാഠഭാഗമാണ്. അപ്പം ആദ്യമായിട്ട് എന്താണ് റിസർച്ച് എന്ന് പറയാം. റിസർച്ച് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, റീസെർച്ച്. ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും സെർച്ച് ചെയ്യുന്ന ഒരു സയന്റിഫിക് പ്രോസസ്സിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെർട്ടൈൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും അതിന് ആൻസേഴ്സ് കണ്ടെത്തുന്ന ഒരു സയന്റിഫിക് പ്രോസസ്സാണ് റിസർച്ച്. അപ്പോൾ ഒരു റിസർച്ചിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ചിനെ പറ്റിയിട്ട് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എൻ ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്നുള്ളതാണ് റിസർച്ച്. അപ്പൊ കെർലിംഗർ റിസർച്ചിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ പ്രപ്പോസിഷൻസ് അബൌട്ട് ദ പ്രിസ്യൂംഡ് റിലേഷൻസ് എമംഗ് നാച്ചുറൽ ഫിനോമിന. അതായത് ഒരു റിസർച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു രണ്ട് വേരിയബിൾസ് തമ്മിൽ ഉള്ള റിസർച്ച്, ഒരു റിലേഷൻ അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ റിസർച്ചിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇനി റിസർച്ചിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഒബ്ജക്ടിവിറ്റി, അതായത് റിസർച്ച് ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കണം. അതായത് നമ്മളൊരു റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ബയാസ്, ബിലീഫ്സ്, ഒപ്പീനിയൻസ്, തോട്ട്സ് അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തു, പക്ഷെ അതിന് കിട്ടിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ എൻ്റെ ബിലീഫ് സിസ്റ്റത്തിന് അനുസരിച്ചുള്ള ഒരു കൺക്ലൂഷൻ അല്ല എനിക്ക് ആ റിസർച്ചിൽ കിട്ടിയത് എന്ന് വിചാരിച്ച് നമുക്ക് ആ റിസർച്ചിന്റെ കൺക്ലൂഷൻ മാറ്റാൻ പറ്റുമോ? എൻ്റെ ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ബയാസിനനുസരിച്ചിട്ട് നമുക്ക് ആ കൺക്ലൂഷൻ മാറ്റാൻ പറ്റുമോ? ഇല്ല. എന്താണോ റിസർച്ച്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടുന്നത്. അപ്പൊ ആ കൺക്ലൂഷൻ എന്താണോ അത് തന്നെ ഒബ്ജക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കണം. അതിൽ സബ്ജക്റ്റീവ് ബയസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ടെസ്റ്റബിലിറ്റി. എന്താണ് ടെസ്റ്റബിലിറ്റി? ടെസ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു റിസർച്ച് ചെയ്തു, ആ റിസർച്ച് വീണ്ടും വേറെ ഒരാൾക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ, അതായത് ആക്യുറസി ചെക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെക്ക് ചെയ്യണം, ആ ചെക്ക് ചെയ്യാൻ പറ്റണം. അതിനാണ് ടെസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ റെപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാനൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനൊരു എൻ്റെതായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഡാറ്റ കളക്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പോപ്പുലേഷൻ സെലക്ട് ചെയ്തത്, ആ പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേറെ ഒരാൾക്ക് ആ സെയിം റിസർച്ച് നടത്തുകയാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കൺക്ലൂഷൻ, ആ ഒരു റിപ്പോർട്ട് തന്നെ ആൾക്കും മറ്റേ രണ്ടാമത്തെ റിസർച്ച് നടത്തിയ ആൾക്കും കിട്ടണം. അതിനെയാണ് റെപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ടോട്ടലി പറഞ്ഞാൽ റിസർച്ച് ഒരു സയന്റിഫിക് നേച്ചർ ആയിരിക്കണം, അതിന് ലോജിക് ഉണ്ടായിരിക്കണം, അതിന് പർപ്പസ് ഉണ്ടായിരിക്കണം. അതാണ് റിസർച്ച്. അപ്പം റിസർച്ച് എന്താണെന്ന് പറഞ്ഞു, റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. ഇനി റിസർച്ചിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു റിസർച്ച് ഒരു സയന്റിഫിക് ആയിട്ടൊരു പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഒരു ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ റിസർച്ച് ഒരു സയന്റിഫിക് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഫോളോ ചെയ്യാൻ. ആദ്യമായിട്ട് തന്നെ റിസർച്ച് പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് റിസർച്ചിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവണം. ഒരു പ്രോബ്ലം ഉണ്ടായാലല്ലേ നമുക്കൊരു റിസർച്ച് നടത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടാവണം. പ്രോബ്ലം ഉണ്ടാക്കി അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. എന്താണ് നമ്മൾ റിസർച്ചിൽ നോക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ പ്രോബ്ലം എന്താണോ അത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. അപ്പൊ എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ? നമ്മളൊരു റിസർച്ച് നടത്തുന്ന സമയത്ത് ആ സെയിം ടോപ്പിക്കിനെ കുറിച്ച് വീണ്ടും ഓൾറെഡി കുറെ റിസർച്ചേഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അത് വാല്യുബിൾ ആയിട്ടുള്ള റിസർച്ച് ജേർണൽസിൽ അതിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ വായിക്കുക. അത് വായിച്ചിട്ട് നമ്മളെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് നമ്മൾ വായിച്ച് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് എന്തിനാണ് നമ്മൾ നടത്താൻ പോകുന്ന ടോപ്പിക്കില് പ്രീവിയസ് ലിറ്ററേച്ചർ റിവ്യൂസ് നമ്മൾ വായിക്കുന്നത് എന്തിനാ? അപ്പൊ എന്താണ് ആദ്യത്തെ റിസർച്ചേഴ്സ് കണ്ടക്ട് ചെയ്തപ്പോൾ അവർക്ക് എന്താണ് കൺക്ലൂഷൻ കിട്ടിയത്, അവർ ഏത് പോപ്പുലേഷൻ ആണ് എടുത്തത്, അതിൽ അവർ ഏത് സാമ്പിൾ ആണ് എടുത്തത്,
ഏത് റിസർച്ച് മെത്തേഡാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാനും പറ്റും. ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം. അതായത് ആദ്യത്തെ റിസർച്ചിൽ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ ആ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ വീണ്ടും റിസർച്ച് നടത്തേണ്ടതില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതായത് അവരുടെ സാമ്പിൾ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ സാമ്പിൾ സൈസ് വേറെ ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവര് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു 150 പേരെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഇന്ത്യൻ പോപ്പുലേഷനിലെ 150 പേരെ സെലക്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയൊരു കൺക്ലൂഷൻ, നമ്മളിനി ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു 500 പേരിൽ ഒരു റിസർച്ച് നടത്തുന്ന സെയിം ടോപ്പിക്കിൽ റിസർച്ച് നടത്തുമ്പോൾ കിട്ടുന്ന കൺക്ലൂഷൻസും ഡിഫറെന്റ് ആയേക്കാം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സെയിം റിസർച്ച് തന്നെ ഇന്ത്യൻ പോപ്പുലേഷനിൽ കുറച്ചുകൂടെ സാമ്പിൾ സൈസ്, അതായത് ആദ്യത്തെ റിസർച്ചിൽ 150 ആയിരുന്ന സാമ്പിൾ സൈസ് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 500-ലാണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്താം. അതായത് ആദ്യം ചെയ്ത റിസർച്ചസിൽ ഇത്രയും കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൽ കുറച്ചുകൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നെങ്കിൽ നമുക്ക് കൺക്ലൂഷനിൽ വേറെ ഡിഫറെന്റ് റിസൾട്ട് നമുക്ക് കൺക്ലൂഷനിൽ കിട്ടുമായിരുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് ആ ഒരു ഭാഗത്ത് ആ ഒരു പാർട്ടിൽ വെച്ചിട്ട് നമുക്ക് പിന്നീടും വർക്ക് ചെയ്യാം. അപ്പൊ അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആവശ്യം. പിന്നെ ഹൈപ്പോത്തീസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഹൈപ്പോത്തീസിസ്? ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ പ്രസ്താവനയാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, നമുക്കത് സയന്റിഫിക് ആയിട്ട് നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യാൻ. അതിനുശേഷം റിസർച്ച് ഡിസൈൻ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്ത് റിസർച്ച് ഡിസൈൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ഡിസൈനിൽ പറയേണ്ടത്. അപ്പോ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിന്റ് ഓഫ് ദി റിസർച്ച് ആണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ്, അതായത് നമ്മൾ റിസർച്ചിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രോസസ്സിനെയുമാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾ പ്രോബ്ലം എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, അതിനുശേഷം നമ്മൾ എന്ത് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തത്, എങ്ങനെയായിരുന്നു ഡാറ്റ കളക്ട് ചെയ്തത്, ഡാറ്റ കളക്ഷന് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, ആരിൽ നിന്നുമൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്തത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ എന്തൊക്കെയാണോ റിസർച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്തത് ആ എല്ലാത്തിന്റെയും ഒരു ബ്ലൂ പ്രിന്റിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ടോ, കേസ് സ്റ്റഡി ഡിസൈൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഡിസൈൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റിസർച്ച് ഡിസൈൻസ് തന്നെയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പാണ് കളക്ട് ഡാറ്റ കളക്ഷൻ ആണ്. അപ്പൊ ഡാറ്റ കളക്ഷൻ അതായത് ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം. ഡാറ്റ കളക്ഷന് ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഇന്റർവ്യൂയിലൂടെ നടത്താം, ക്വസ്റ്റ്യനെയറിലൂടെ നടത്താം, കേസ് സ്റ്റഡി നടത്താം, ഒബ്സർവേഷൻ നടത്താം, സർവേ നടത്താം. അപ്പൊ ഡാറ്റ കളക്ഷൻ ആരിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? നമ്മൾ എന്ത് സ്റ്റഡിയാണോ നമ്മൾ നടത്തുന്നത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയിരിക്കണം വേണ്ടത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു റിസർച്ച് നടത്തുകയാണ്, സ്കൂൾ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ് കുട്ടികളിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അത് ഞാൻ ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉള്ള ആൾക്കാരിലാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത്. അപ്പൊ അവരിൽ നിന്നാണ് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് ഇന്ത്യയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഇനി സാമ്പിൾ എന്താണ്? ഇന്ത്യൻ ആണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പൊ അതിൽ നിന്നും നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പോസിബിൾ അല്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളൊരു 150 പേരെ അല്ലെങ്കിൽ 200 പേരെ അല്ലെങ്കിൽ ഒരു 500 പേരെ 1000 പേരെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്. അത് ചിലപ്പോൾ ഏജ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജെൻഡർ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റലിജൻസ് വൈസ് ആയിരിക്കാം. എങ്ങനെയാണോ എന്താണോ നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസ് അതിനനുസരിച്ച് നമ്മൾ സാമ്പിൾ സെറ്റ് ചെയ്യാം. അപ്പൊ അതാണ് പോപ്പുലേഷൻ എന്താണെന്ന് മനസ്സിലായി, സാമ്പിൾ എന്താണെന്ന് മനസ്സിലായി. ഇന്ത്യയിലുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്, എടുക്കുന്ന ആൾക്കാരെ. ഇനി എന്താണ് സാമ്പിൾ സൈസ്? ഇന്ത്യൻ പോപ്പുലേഷനിലെ എത്ര സാമ്പിൾ സൈസ് ആൾക്കാരെയാണ് നമ്മൾ ഈ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്? പാർട്ടിസിപ്പൻസിന്. അതായത് ഇന്ത്യയിലെ
ഒരു 150 പേരെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെങ്കിൽ 150 എൻ്റെ സാമ്പിൾ സൈസ്. 500 പേരാണെങ്കിൽ 500 പേരാണ് സാമ്പിൾ സൈസ്. അപ്പം ഇവരിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് ഇന്റർവ്യൂ യൂസ് ചെയ്യാം, സ്ട്രക്ചേർഡോ നോൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ യൂസ് ചെയ്യാം, പാർട്ടിസിപ്പന്റോ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ യൂസ് ചെയ്യാം, സർവേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റനെയർ യൂസ് ചെയ്യാം, ഒബ്സർവേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കേസ് സ്റ്റഡി യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പല മെത്തേഡ് ഉണ്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ഡാറ്റ അനലൈസ് ചെയ്യുകയാണ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിരിക്കാം മേ ബി നമ്മുടെ റിസർച്ച് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കാം. അപ്പൊ ഏത് രീതിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് അതനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ റിസർച്ചിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് അനാലിസിസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളൊരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതായത് എന്താണ്, ആ അനലൈസ് ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ കൺക്ലൂഷൻ, അതൊരു ഡാറ്റ അനാലിസിസ് ചെയ്ത ശേഷം നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, അതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ടാവും, അതാണ് ഇന്റർപ്രിട്ടേഷൻ. അതിനുശേഷം ഇതിനെ റിപ്പോർട്ട് ചെയ്യുക, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജേർണൽസിൽ നമ്മൾ പേപ്പർ പബ്ലിക്കേഷൻ നടത്തുക, അല്ലെങ്കിൽ നാഷണൽ ഓർ ഇന്റർനാഷണൽ കോൺഫറൻസിൽ നമ്മൾ നമ്മുടെ പേപ്പർ പ്രസന്റ് ചെയ്യാം. അങ്ങനെയൊക്കെ മറ്റുള്ള ആൾക്കാരിലേക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. അപ്പൊ അതിനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു മെത്തഡോളജി ഉണ്ടാവും, ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടാവും, ഒരു റിസൾട്ട് ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. അപ്പം ഇത്രയും സ്റ്റേജസ് നമ്മൾ ഇത്തരം പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സയന്റിഫിക് റിസർച്ച് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിസർച്ച് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിസർച്ച് മെത്തേഡ്സ് ആണ്. അപ്പൊ റിസർച്ച് മെത്തേഡ്സിൽ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ റിസർച്ചിന്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മെത്തേഡ്സ് ആണ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാനാണ് റിസർച്ച് നടത്തുന്നതെങ്കിൽ എനിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. അപ്പൊ എന്താണ്, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്ത് അത് ഞാൻ രേഖപ്പെടുത്തുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട്, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയാണോ റിസർച്ച് നടത്തുന്ന ആ ഒരു സിനാരിയോ എവിടെയാണോ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നത്, ആ ഒരു ആക്ച്വൽ സിനാരിയോ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പന്റ് ആണെങ്കിലോ, ഞാൻ മാറി നിന്നിട്ട് ആ ഒരു സിനാരിയോനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഞാൻ മാറി നിൽക്കുന്നു, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ട് ഓരോ ആൾക്കാരിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ആൻസർ പറയുന്നു. അതിലും സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്, നോൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ എന്താണ് ഈ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആദ്യമേ ഇത്രയും ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നമ്മൾ അവരോട് ചോദിക്കുന്നതിനാണ് സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. നോൺ സ്ട്രക്ചേർഡ് ആണെങ്കിൽ ഒരു കാര്യം അവരോട് ചോദിച്ചു, ആ പറയുന്നത് വെച്ചിട്ട് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ, അവരെ പറഞ്ഞ ആൻസർ ഉണ്ടല്ലോ അതിൽ നിന്നും നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത് അവരോട് ചോദിക്കുന്നതിനെയാണ് നോൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അടുത്തത് സർവേ. സർവേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓരോ ആൾക്കാർ ഇപ്പൊ ക്വസ്റ്റ്യനെയർ രീതിക്ക് നമുക്ക് സർവേ നടത്താം. അത് ഫേസ് ടു ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമെയിലിലൂടെ നമുക്ക് ക്വസ്റ്റ്യനെയർ അയച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ സർവേ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ അയച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടോ നമ്മൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ നമ്മൾ എന്താണോ റിസർച്ച് നടത്തുന്നത് ആ കാര്യത്തിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി അനാലിസിസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് റിസർച്ച് മെത്തേഡ്സ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്, റിസർച്ച് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്, റിസർച്ച്, സയന്റിഫിക് റിസർച്ചിന്റെ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞത് റിസർച്ച് മെത്തേഡ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.